ഇഷ്യൂ ഈസാ സേട്ട് നിങ്ങളെല്ലാം കൂടെ 67 പഠിച്ച വ്യക്തിയാണെന്ന് തോന്നുന്നതാണ്. ഫറൂഖിൻ്റെ സഹോദരനാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടി പ്രവർത്തിച്ച് പ്രധാന ലക്ഷ്യം 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ കയറ്റുക എന്നതായിരുന്നു. പല പറമ്പുകളും കയറി ഇറങ്ങിയെങ്കിലും നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആജീസ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കുട്ടികളെ തരാൻ പറ്റില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ നിരാശപ്പെട്ട് വന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ആശയം മനസ്സിലുദിച്ചത്. നമ്മുടെ വിദ്യാലയത്തിന് ഏതായാലും യൂണിഫോമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് അത് വാഗ്ദാനം ചെയ്താൽ ഒരുപക്ഷെ പാഠപുസ്തകവും സ്ലേറ്റും യൂണിഫോമും വാഗ്ദാനം ചെയ്താൽ ഒരുപക്ഷെ കുട്ടികളെ കിട്ടിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉടൻ തന്നെ ബ്രൗൺ ആൻഡ് ക്രീം യൂണിഫോമിനുള്ള തയ്യാറെടുപ്പെല്ലാം ചെയ്തു. ഒരു തയ്യൽക്കാരനെ നമ്മൾ സ്കൂളിൽ തന്നെ വിളിച്ചിരുത്തി കുട്ടികളെ അളവെടുത്ത് തയ്പ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആ രീതിയിൽ വന്ന് രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾക്ക് 104 കുട്ടികളെ 1-ാം ക്ലാസ്സിലേക്ക് കിട്ടി. 40ഓളം കുട്ടികളെ MSLP സ്കൂളിൽ നിന്നും 5-ാം ക്ലാസ്സിലേക്കും നമുക്ക് ലഭിക്കുന്നുണ്ടായി. അത് നമ്മുടെ 87 ആരംഭത്തിൽ അസോസിയേഷൻ്റെ ഉദ്ഘാടന സമയം ഈ കുട്ടികൾക്ക് ഞങ്ങൾ വസ്ത്രങ്ങൾ തയ്പ്പിച്ച വസ്ത്രം വിതരണം ചെയ്യുകയുണ്ടായി. അപ്പം അതിൽ നമ്മൾ അസോസിയേഷൻ ഉദ്ഘാടനത്തിനുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും തന്നെ ഒരു നേതാക്കന്മാരെയും നമ്മൾ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആദ്യത്തെ അധ്യാപകൻ നമ്മുടെ സുലൈമാൻ മാഷ് അവർകൾ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. രണ്ടാമത് ഞങ്ങളുടെ ലക്ഷ്യം ആദ്യത്തെ വിദ്യാർത്ഥിയെ കണ്ടുപിടിക്കലായിരുന്നു. അതാണ് OS മുഹമ്മദ് നൈന. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കുറച്ച് ദിവസം ഞങ്ങൾ കറങ്ങേണ്ടി വന്നു. അവസാനം മറ്റൊരു നൈനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ 2 പേരെയും മാനേജറിനെയും വിളിച്ചു വരുത്തിയാണ് ഞങ്ങൾ അസോസിയേഷൻ ഉദ്ഘാടനം നടത്തിയത്.